ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തില്ലങ്കേരി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീജൻ പൊന്നാട് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പ്രവർത്തകർക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് ആയുധമായി പ്രയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിൽ ആയുധമായി പ്രയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും തല അല്ലേ, ഏറ്റവും മുകളിൽ തല മുതൽ നമുക്ക് താഴോട്ട് പറയാം. തല തന്നെ ഒരു ആയുധമാണ്. സിനിമയിലൊക്കെ കാണുന്നുണ്ടാവും തല കൊണ്ടിടിച്ച് രക്ഷപ്പെടുന്നത് അല്ലേ? നായകൻ വില്ലനെയൊക്കെ തല കൊണ്ടിടിച്ച് നിലംപരിശാക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. തല. പിന്നെ നേരത്തെ പറഞ്ഞു, കണ്ണ് നമുക്ക് ആയുധമാണ്. നോട്ടത്തിലൂടെ പ്രതികരിക്കാം അല്ലേ? കണ്ണ് ആയുധമായി പ്രയോഗിക്കാം. പിന്നെ പല്ല് അല്ലേ? പല്ല് ഏറ്റവും കഠിനമായ വസ്തുവാണ് അല്ല, ശക്തിയുള്ള ഉറപ്പുള്ള ഭാഗമാണ്. അപ്പോൾ പല്ല് കൊണ്ട് നമുക്ക് പല്ലിനെ ഒരു ആയുധമാക്കി പ്രയോഗിക്കാം. സ്ഥിരം സമിതി അധ്യക്ഷൻ പി.കെ. രതീഷ് അധ്യക്ഷനായി. കെ. കുമാരൻ, എം. ഷീല, നിഷ, റീത്ത, മഹിജ തുടങ്ങിയവർ സംസാരിച്ചു. ജെൻഡർ അവബോധം എന്ന വിഷയത്തിൽ ബേബി രഹ്ന, രക്ഷിതാക്കൾ അറിയാൻ എന്ന വിഷയത്തിൽ പി. ദേവകി, മാറുന്ന ലോകത്തെ പെൺകരുത്ത് എന്ന വിഷയത്തിൽ അണിയേരി ചന്ദ്രനും, കുടുംബശ്രീ 25 വർഷങ്ങളിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ എം. സുർജിത്തും, കളിയും ചിരിയും അതിനിടയിൽ കാര്യവും എന്ന വിഷയത്തിൽ രജു മങ്ങാട്ടിടവും ക്ലാസ് എടുത്തു. സമാപന യോഗം തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. പാട്ടും കഥകളും ക്ലാസുകളുമായി പുതിയ അറിവ് നേടിയാണ് ഈ പെൺകൂട്ടായ്മ പിരിയുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.